പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റി ബികോം കോഓപ്പറേഷൻ്റെ 6th സെമസ്റ്ററിലെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് പോർഷനാണ് നമ്മൾ ഇന്ന് മുതൽ എടുക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പേര് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് തന്നെയാണ്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. വളരെ മിനിമലായിട്ടാണ് നമ്മൾ ആ നോട്ട്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എന്താണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്നാണ് ആദ്യം പറയുന്നത്. വളരെ ഈ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമുള്ളൊരു പേപ്പറാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുണ്ട്. സിലബസിൽ നിന്ന് വെളിയിലുള്ള ബേസിക് അക്കൗണ്ടൻസി, നമ്മുടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് വെച്ചെഴുതുന്ന നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള ചില ബേസിക് അക്കൗണ്ടൻസി നമുക്ക് ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതാണ് പൊതുവേ നമുക്ക് കണ്ടുവരുന്ന ഒരു ചോദ്യത്തിൻ്റെ മാതൃക അങ്ങനെയാണ്. ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കാനോ അതല്ലെങ്കിൽ സബ്സിഡിയറി ലെഡ്ജേഴ്സ് ഉണ്ടല്ലോ, അത്തരത്തിലുള്ള സബ്സിഡിയറി ലെഡ്ജേഴ്സ് തയ്യാറാക്കാനോ ഒക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വന്നേക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ് കഴിഞ്ഞു പോകുന്തോറും നമുക്ക് പരിചയപ്പെടാം. ആദ്യം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്താണെന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് അറിയാമായിരിക്കുമല്ലോ. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് വെച്ചാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടിങ് രീതിയാണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ കോഓപ്പറേറ്റീവ്. അപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിലെ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റികൾ റെക്കോർഡിംഗ് നടത്തുകയും റിപ്പോർട്ടിംഗ് നടത്തുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്താണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു മീനിങ് എവിടെയും പറഞ്ഞ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു മീനിങ് അതിലൂടെ പറഞ്ഞു വെക്കാം. എന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്ന രീതിക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയാൻ കഴിയും എന്ന് പറയാൻ പറ്റും കേട്ടോ. ഇറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു കോഓപ്പറേറ്റീവ്സ്. അപ്പോൾ കോഓപ്പറേറ്റീവ്സിലേക്ക്, സഹകരണ സംഘങ്ങളിലേക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഗ്യാപ്പ്. അപ്പോൾ ഈ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് കോഓപ്പറേറ്റീവ് സഹകരണ സംഘങ്ങളിലെയും അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു കോഓപ്പറേറ്റീവ്സ് എന്ന് പറയാം. പിന്നെ ജനറലായിട്ടൊരു കാര്യമാണ് ഞാൻ താഴെ പറഞ്ഞിട്ടുള്ളത്: ഓൾ അക്കൗണ്ടിങ് വർക്ക് ഈസ് ക്യാരിഡ് ഔട്ട് ബേസ്ഡ് ഓൺ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാത്തരം അക്കൗണ്ടിങ് വർക്കുകളും ചെയ്യുന്നത്. ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാത്തരം ട്രാൻസാക്ഷനുകളും ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിലാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. അപ്പം സഹകരണ സംഘങ്ങളിലെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഒന്നുകിൽ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്കാണ്. ക്യാഷ് ബുക്കാണ് നമ്മൾ സാധാരണഗതിയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇതിൻ്റെ പർപ്പസ് എന്താണ്, കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുമ്പോൾ ഒന്ന്, ടു മോണിറ്റർ ആൻഡ് മാനേജ് പെർഫോമൻസ്. എന്ന് വെച്ചാൽ ഒരു സഹകരണ സംഘത്തിൻ്റെ പെർഫോമൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താനും അല്ലെങ്കിൽ ആ പ്രവർത്തനത്തെ ഒന്ന് മാനേജ് ചെയ്യാനും ഒക്കെ നമുക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. ടു എൻഷുർ ദ കോഓപ്പറേറ്റീവ്സ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. എന്ന് വെച്ചാൽ ഈ ഒരു സാമ്പത്തിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങൾ, ഇപ്പം അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ പലതും പൊളിറ്റിക്കലി കൺട്രോൾഡ് ആണ്. അപ്പോൾ പൊളിറ്റിക്കലി കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഇടപെടൽ അതിനകത്തുണ്ടാവാം. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് നിലനിർത്താൻ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഹെൽത്ത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സഹകരണ സംഘങ്ങൾക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് വേണം എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് അക്കൗണ്ടബിലിറ്റി. അറിയാമായിരിക്കുമല്ലോ, അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അക്കൗണ്ടബിലിറ്റി മീൻസ് ദ ആൻസറബിലിറ്റി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആൻസറബിലിറ്റി എല്ലാവർക്കും, നമുക്ക് ഈ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന
മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അപ്പം സഹകരണ സംഘങ്ങളെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ 3rd സെമസ്റ്റർ മുതലേ പഠിക്കുന്നതാണ് സഹകരണ സംഘങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഈ ജനങ്ങളാൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പം ജനറൽ ബോഡി മെമ്പേഴ്സ് ഉണ്ട്. ജനറൽ ബോഡി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറൽ ബോഡി മെമ്പേഴ്സിനോട് എപ്പോഴും അക്കൗണ്ടബിൾ ആണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതേപോലെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാത്തരം വിഭാഗങ്ങളും അക്കൗണ്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടബിലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ഉപയോഗിക്കാം. അടുത്തത് ടു മാനേജ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. ആ സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ റിസോഴ്സുകൾ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് വേണം. ടു ഹെൽപ്പ് മാനേജേഴ്സ് അച്ചീവ് ദെയർ പ്ലാൻസ് എന്ന് വെച്ചാൽ സഹകരണ സംഘങ്ങളിലെ മാനേജേഴ്സ് ഉണ്ട്. മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇതിൽ സെക്രട്ടറി എന്നാണ് പറയുന്നത്. ഈ സെക്രട്ടറിക്ക് അവിടുത്തെ പ്ലാനുകൾ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനെ കൊണ്ട് അവിടെ ഈ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. ടു പ്രൊവൈഡ് ഡേറ്റ ഫോർ ഓഡിറ്റ്സ് എന്ന് വെച്ചാൽ ഓഡിറ്റ് വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് ആണ്. അതേപോലെ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ടു ഹെൽപ്പ് മാനേജേഴ്സ് ടു മേക്ക് ഡിസിഷൻസ്. എന്താണ് മാനേജർമാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്ന ചില ഫിഗറുകളും ഫാക്റ്റുകളും ഉപയോഗിച്ചിട്ടാണ് അവിടെ ഡിസിഷൻസൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പറയുന്ന പോയിന്റുകളാണ്. ഒന്നെന്താണ് ടു മോണിറ്റർ ആൻഡ് മാനേജ് പെർഫോമൻസ്, എൻഷുർ കോഓപ്പറേറ്റീവ്സ് ഫൈനാൻഷ്യൽ ഹെൽത്ത്, to promote accountability, manage financial resources efficiently, help managers achieve their plans, provide data for audits, to help managers make decisions. അതാണ് അതിൻ്റെ പർപ്പസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു 2 മാർക്കിന് ചിലപ്പം 2 ഫീച്ചേഴ്സ് എഴുതാൻ പറഞ്ഞേക്കാം. അപ്പോൾ 2 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഒരു 4 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തത് നമുക്കറിയാം, യൂസിങ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് തന്നെയാണ് കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുക. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് അറിയാലോ. ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഏതൊരു ഡെബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്രെഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗിവിങ് ആസ്പെക്റ്റിന് പകരമായി ഒരു റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഏറ്റവും കുറഞ്ഞത് 2 അക്കൗണ്ടുകളെയെങ്കിലും അത് ബാധിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ് നമ്മൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിൻ്റ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ആണ്. നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഓരോ സഹകരണ സംഘങ്ങളും, അത് പലതരം സഹകരണ സംഘങ്ങളുണ്ട്. അപ്പോൾ പലതരം സഹകരണ സംഘങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, അറിയാമായിരിക്കുമല്ലോ. അതേപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസ്യൂമർ സൊസൈറ്റി. കൺസ്യൂമർ സൊസൈറ്റികൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കാറുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, റൂൾസ് ആൻഡ് ബൈലോ. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അത് ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ആക്ടിൻ്റെയും റൂൾസിൻ്റെയും ബൈലോയുടെയും അടിസ്ഥാനത്തിലാണ്. നമുക്ക് തോന്നുന്നതൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഇനി ദ ആനുവൽ അക്കൗണ്ട്സ് മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി. നമ്മളിപ്പോൾ ഈ ആനുവൽ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ജനറൽ ബോഡിയിലെ അപ്രൂവൽ ഉണ്ടാവണം. ആ അപ്രൂവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. സെപ്പറേറ്റ് അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ആർ മെയിൻറ്റെയിൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് ഹെഡുകൾ നമ്മൾ വെക്കാറുണ്ട്. അതേപോലെ പ്രൊവിഷൻസ് ഫോർ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ്. എന്ന് വെച്ചാൽ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അറിയാമായിരിക്കുമല്ലോ, സഹകരണ സംഘങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട ഇടപാട് എന്ന് പറയുന്നത് ലോൺ കൊടുക്കലാണ്. അപ്പോൾ ഈ ലോൺ കൊടുക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ള തിരിച്ചടവ് ഉണ്ടാവത്തില്ല എങ്കിൽ അത്തരം അതിനെയാണ് നമ്മൾ ഓവർ ഡ്യൂ എന്ന് പറയുക. അപ്പോൾ ഈ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷൻസ് അവിടെയുണ്ട്.
ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് കാണിക്കുമ്പോൾ ആ റിട്ടൺ ഡൗൺ വാല്യൂവിലാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്, അസറ്റിനെ കാണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സായിട്ട് പറയാം. ഒന്നുകൂടെ പറയാം, നമ്മൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, കൺസ്യൂമർ സൊസൈറ്റീസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഉണ്ടാകും. പിന്നെ നെറ്റ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അവിടെ നിലനിൽക്കുന്ന ആക്ട്, റൂൾസ്, ബൈലോ ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജനറൽ ബോഡി അപ്രൂവ് ചെയ്യണം. സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റിംഗ് ഹെഡുകൾ ഉണ്ടാവും. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കാണിക്കുമ്പോൾ അത് റിട്ടൺ ഡൗൺ വാല്യൂവിലാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. അത്രയും നമ്മൾ യഥാർത്ഥത്തിൽ കോ ഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് ഈ ചോദ്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഒരു പക്ഷേ 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് വരെ ചോദിക്കാൻ കഴിയുന്ന ഏരിയാസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ഓൾ സൊസൈറ്റീസ് അല്ലെങ്കിൽ അതേപോലെ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ഓൾ സൊസൈറ്റീസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം 4 മാർക്ക് മുതൽ 15 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. സാധാരണഗതിയിൽ അത് 4 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇൻ കേസ് പലപ്പോഴും അത് എവിടെ വരാറുണ്ട്, 15 മാർക്ക് വരെ ചോദിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തേതാണ് എന്ന് പറയുന്നത് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ഓൾ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. എല്ലാ സൊസൈറ്റികളും തയ്യാറാക്കേണ്ടുന്ന ചില ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ്. അതിനകത്ത് ആദ്യതാണ് ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് നമുക്കറിയാം. ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്, ആക്ച്വൽ റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപനത്തിൽ സൂക്ഷിക്കുന്ന ഒരു ബുക്കാണ് ക്യാഷ് ബുക്ക് എന്ന് പറയുക. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കും, റെസിപ്റ്റ് സൈഡായിരിക്കും, ഒരു സൈഡ് എന്തായിരിക്കും, പേയ്മെൻറ്റ് സൈഡായിരിക്കും. നമ്മൾ കാണുന്ന എല്ലാത്തരം റെസിപ്റ്റുകളെയും റെസിപ്റ്റ് സൈഡിലേക്കും പേയ്മെൻറ്റുകളെ പേയ്മെൻറ്റ് സൈഡിലേക്കും എഴുതും. ഇനി ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ റെസിപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കിട്ടും. ഇങ്ങനെയാണ് ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ ഡേ ബുക്ക് ഷോസ് ദ ഡെയിലി റെസീപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ. ഡേ ബുക്ക് എന്ന് വെച്ചാൽ ഓരോ ദിവസത്തെയും റെസീപ്റ്റുകളും എക്സ്പെൻഡിച്ചറുകളും ആ ദിവസത്തിൻ്റെ അവസാനത്തെ ബാലൻസും കാണിക്കുന്ന ബുക്കാണ് ഡേ ബുക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഡയറക്റ്റായിട്ട് എങ്ങോട്ടേക്കാണ് എഴുതി വെക്കുന്നത്, ഈ ഡേ ബുക്കിലേക്കാണ് എഴുതി വെക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡേ ബുക്ക് അല്ലെങ്കിൽ ഈ ക്യാഷ് ബുക്കിനെ നമുക്ക് കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയാൻ കഴിയും. അതാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംഗതിയാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. മിനിറ്റ്സ് ബുക്ക്. അപ്പോൾ ഈ മിനിറ്റ്സ് ബുക്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? മിനിറ്റ്സ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്മിറ്റി കൂടുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കമ്മിറ്റി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഒരു മീറ്റിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ തീരുമാനിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാത്തരം കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന ബുക്കിനെയാണ് നമ്മൾ വിളിക്കുക മിനിറ്റ്സ് ബുക്ക് എന്ന് വിളിക്കുക. അപ്പം മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ റെക്കോർഡിംഗ് ദ പ്രൊസീഡിങ്സ് ഓഫ് ദ കമ്മിറ്റി ഓർ സബ് കമ്മിറ്റി ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി ഓഫ് ദ മെമ്പേഴ്സ്. അപ്പം മീറ്റിംഗ് ആവാം, സബ് കമ്മിറ്റി ആവാം, ജനറൽ ബോഡി മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ആവാം. ഇവ ഏതായാലും അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ബുക്കിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? മിനിറ്റ്സ് ബുക്ക് എന്ന് പറയാൻ പറ്റും. ഓൾ പ്രൊസീഡിങ്സ് ഓഫ് ഓൾ മീറ്റിംഗ്സ് ആർ മെയ്ഡ് ഇൻ ദിസ് ബുക്ക്. ഇപ്പം ഏത് തരം മീറ്റിംഗ് ആയിക്കോട്ടെ, അപ്പോൾ ബോർഡ് മീറ്റിംഗ് ആവാം, ജനറൽ ബോഡി മീറ്റിംഗ് ആവാം, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആവാം, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി മീറ്റിംഗ് ആവാം, അങ്ങനെയുള്ള ഏത് തരം മീറ്റിങ്ങുകളായാലും അത്തരത്തിൽ സാധനങ്ങളുടെ എല്ലാ പ്രൊസീഡിങ്സും നമ്മൾ എഴുതി വെക്കുന്നത് എവിടെയാണ്? മിനിറ്റ്സ് ബുക്കിലാണ്. ഇനി അടുത്ത പോയിൻ്റ് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്നാണ്. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്താണ് ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ. ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലേക്ക് ഷെയറിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുകളുടെ പേര്, അഡ്രസ്സ്, അതേപോലെ
പേര്, അഡ്രസ്സ്, അതേപോലുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എന്താണ്, എന്നാണ് ആപ്ലിക്കേഷൻ കിട്ടിയത്, എത്ര ഷെയർസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഇനിയിപ്പോൾ ഷെയർ കൊടുക്കാൻ പറ്റത്തില്ല എങ്കിൽ അത് എന്ത് കാരണത്താലാണ് ഷെയർ കൊടുക്കാൻ പറ്റാത്തത്, അതേപോലെ ഈ ഷെയർ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ റെഫ്യൂസൽ കൊടുത്ത ഡേ എന്നാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് എന്തെന്ന് പറയുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ അടുത്ത രജിസ്റ്ററാണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയും. അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഓരോ മെമ്പേഴ്സിനെയും അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സിൻ്റെയും പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അതേപോലെ അദ്ദേഹം അവിടെ എടുത്തിട്ടുള്ള ഷെയറുകളുടെ എണ്ണം, അദ്ദേഹം ആ ഷെയറുകൾക്ക് വേണ്ടി അടച്ചിട്ടുള്ള എമൗണ്ട്, ഫണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് അഡ്മിഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റെസീപ്റ്റ് ബുക്കാണ്. റെസീപ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുമ്പോൾ ആ ക്യാഷ് കിട്ടിയ കാര്യം എഴുതി ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റായിട്ട് നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ബുക്കാണ് നമ്മൾ എന്താ വിളിക്കുക, റെസീപ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോംസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, വൺ ഓഫ് ഈച്ച് സെറ്റ് ടു ബി ഇഷ്യൂഡ് ഫോർ മണി റിസീവ്ഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് അതർ ടു സെർവ് അസ് കൗണ്ടർ ഫോയിൽ. എന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മൾ രണ്ടായിട്ടാണ് എഴുതുന്നത്. ഒരെണ്ണം നമ്മൾ കൗണ്ടർ ഫോയിലായിട്ട് സൂക്ഷിക്കും, ഒരെണ്ണം റെസീപ്റ്റ് ചെയ്തതിൻ്റെ തെളിവായിട്ടും എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ റെസീപ്റ്റ് ബുക്ക് എന്ന് വിളിക്കുക. പിന്നെ അതിന് ശേഷമുള്ളതാണ് വൗച്ചർ ഫയൽ. അപ്പോൾ വൗച്ചർ എന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ. വൗച്ചർ എന്ന് വെച്ചാൽ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ്. ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് നമുക്കറിയാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻറ്റിനെ നമുക്കെന്ത് പറയാൻ പറ്റും, വൗച്ചർ എന്ന് പറയാൻ കഴിയും. അപ്പം ഒരു സ്ഥാപനത്തിൽ ക്രോണോളജിക്കലി എന്ന് വെച്ചാൽ എന്താണ്, ആദ്യം നടന്ന ട്രാൻസാക്ഷനുകളുടെ വൗച്ചറുകൾ ആദ്യം സൂക്ഷിച്ചു വെക്കുന്ന ഫയലിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൗച്ചർ ഫയൽ എന്ന് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ വൗച്ചേഴ്സ് ഫോർ കണ്ടിജൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഇൻക്വയർഡ് ബൈ ദ സൊസൈറ്റി, നമ്പേർഡ് സീരിയലി ആൻഡ് ഫൈൽഡ് ക്രോണോളജിക്കലി എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാത്തരം എക്സ്പെൻഡിച്ചറിൻ്റെയും അതിൻ്റെ ബില്ലുകൾ അല്ലെങ്കിൽ ഇൻവോയ്സുകൾ സീരിയലായിട്ട് നമ്പർ ചെയ്തിട്ട് ക്രോണോളജിക്കലായിട്ട് അടുക്കി വെക്കുന്ന ഫയലിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വൗച്ചർ ഫയൽ എന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞാൽ അടുത്തതാണ് ലെഡ്ജർ ഓഫ് ബോറോയിങ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥാപനം എവിടെ നിന്നൊക്കെ ബോറോ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ഡെപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി സൂക്ഷിക്കുന്ന ബുക്കാണ് ലെഡ്ജർ ഓഫ് ബോറോയിങ്സ് എന്ന് പറയുക. ജനറൽ ലെഡ്ജർ എന്ന് വെച്ചാൽ എല്ലാത്തരം കാര്യങ്ങളും. ജനറൽ ലെഡ്ജർ ഈസ് എ ലെഡ്ജർ ഷോയിങ് റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് under various heads of the day-to-day which are recorded in each such folios of the ledger. എന്ന് വെച്ചാൽ അവിടുത്തെ റെസീപ്റ്റിൻ്റെയും ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എഴുതി സൂക്ഷിക്കുന്ന ലെഡ്ജറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജനറൽ ലെഡ്ജർ എന്ന് പറയാൻ പറ്റും. അപ്പം ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ലെഡ്ജർ ഷോയിങ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണ് ജനറൽ ലെഡ്ജർ എന്ന് പറയുക. അവസാനമായിട്ട് നമ്മളവിടെ പറയുന്ന ഒരു ലെഡ്ജർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് ഡിവിഡൻസ് ആണ്. അറിയാമല്ലോ, ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷെയറിൻ്റെ ലാഭവിഹിതത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിവിഡൻഡ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഡിവിഡൻഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കുന്ന രജിസ്റ്ററിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, രജിസ്റ്റർ ഓഫ് ഡിവിഡൻസ് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ എല്ലാ സൊസൈറ്റികളുടെയും ബുക്സ് ആൻഡ് രജിസ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെച്ചേക്കണം. ഡേ ബുക്ക് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക്, മിനിറ്റ്സ് ബുക്ക്, ഷെയർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ, അഡ്മിഷൻ രജിസ്റ്റർ, റെസീപ്റ്റ് ബുക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോന്നും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് എഴുതാൻ കഴിയും എന്നുള്ളതാണ്. ഇനി ചെറിയൊരു ഭാഗം, ഒരു 4 മാർക്കിനാണ് ചോദിക്കാനാണെങ്കിലുള്ള ഒരു ഭാഗമാണ് ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ക്രെഡിറ്റ് സൊസൈറ്റീസ് അവിടെ ഏതെല്ലാം ലോൺ രജിസ്റ്ററുകൾ തയ്യാറാക്കും അല്ലെങ്കിൽ അവരെ സൂക്ഷിക്കും, അതൊക്കെ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും. എന്താണ്, ഒന്ന് ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്ററാണ്.
ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്ന് വെച്ചാൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന രജിസ്റ്ററിനെ ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ എന്ന് പറയും. ഇനി ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി സൂക്ഷിക്കുന്ന ലെഡ്ജറാണ് എന്ന് പറയുന്നത് ലോൺ ലെഡ്ജർ എന്ന് പറയുന്നത്. അതേപോലെ രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് എന്ന് പറയുമ്പോൾ ഒരു ലോൺ കൊടുത്തിട്ട് ആ ലോണിൻ്റെ മുഴുവൻ എമൗണ്ടും പലിശ ഉൾപ്പെടെ എല്ലാ എമൗണ്ടും തിരികെ അടച്ചു കഴിഞ്ഞാൽ ആ ലോൺ ക്ലോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാത്തരം ഇൻഫർമേഷൻസും എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? രജിസ്റ്റർ ഓഫ് ക്ലോസ്ഡ് ലോൺസ് എന്ന് പറയാൻ കഴിയും. ഇനി അത് കഴിഞ്ഞ് വരുന്ന രജിസ്റ്ററാണ് ലയബിലിറ്റി രജിസ്റ്റർ. ലയബിലിറ്റി രജിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഷോസ് ദ ഇൻഡെപ്റ്റഡ്നെസ് ഓഫ് ഈച്ച് മെമ്പർ ടു ദ സൊസൈറ്റി വെദർ ദ അക്കൗണ്ട് ഓഫ് ലോൺ ടേക്കൺ ഡയറക്ട്ലി ബൈ ഹിം ഓർ ഓൺ അക്കൗണ്ട് ഓഫ് ലോൺസ് ഫോർ വിച്ച് ഹീ ഈസ് ഷുവർട്ടി. എന്ന് വെച്ചാൽ ലയബിലിറ്റി രജിസ്റ്റർ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലെ ഓരോ അംഗങ്ങളും ഏതെങ്കിലും തരത്തിൽ ആ സ്ഥാപനവുമായിട്ട് ലയബിലിറ്റിയിലാണോ എന്നുവെച്ചാൽ എങ്ങനെയൊക്കെ ലയബിലിറ്റി ആവാം? ഒന്നുകിൽ നേരിട്ട് അദ്ദേഹത്തിന് ലോൺ എടുക്കാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ലോൺ എടുക്കുമ്പോൾ ആ ലോണിന് ഷുവർട്ടി ആയിട്ട് എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ജാമ്യം നിൽക്കുക എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ ജാമ്യം നിൽക്കുമ്പോൾ അതുവഴിയും എന്ത് സംഭവിക്കാം? ഈ ഒരു ബാധ്യത ഉണ്ടായേക്കാം. അങ്ങനെ ആ ബാധ്യത എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററിനെ നമുക്ക് ലയബിലിറ്റി രജിസ്റ്റർ എന്ന് പറയാൻ പറ്റും. ഇനി രജിസ്റ്റർ ഓഫ് ലാൻഡ്സ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഈ സൊസൈറ്റി കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ഇറക്കുവാണെങ്കിൽ അത്തരം സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് എന്തെന്ന് പറയുന്നത്? രജിസ്റ്റർ ഓഫ് ലാൻഡ്സ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെയാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു ഒരു 2 മാർക്കിന് അത് മാത്രമായി ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും എത്ര രൂപ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലോണായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ വ്യക്തികളുടെയും തിരിച്ചടവിനുള്ള കപ്പാസിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആ വ്യത്യസ്തമായ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഈ കൊടുക്കാൻ കഴിയുന്ന ക്രെഡിറ്റിൻ്റെ അല്ലെങ്കിൽ ലോണിൻ്റെ ഒരു ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും മാക്സിമം കൊടുക്കാൻ കഴിയുന്ന ഒരു ലിമിറ്റ്, ആ ലിമിറ്റ് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ദിസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ലോൺ ടു ബി അഡ്വാൻസ്ഡ് ടു എ മെമ്പർ ബേസ്ഡ് ഓൺ ദ പാക്കേജസ് ഓഫ് പ്രാക്ടീസസ് അണ്ടർ കൾട്ടിവേഷൻ. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലിമിറ്റ് അപ് ടു വിച്ച് എ മെമ്പർ ക്യാൻ അവൈൽ ലോൺ ഫ്രം എ സൊസൈറ്റി. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു മെമ്പറിന് എത്ര രൂപ വരെ ലോൺ കൊടുക്കാം എന്ന് പറയുന്ന ആ ലിമിറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ കഴിയും. എന്നുവെച്ചാൽ ഇത് ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ഒരു ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാൾക്ക് മാക്സിമമായിട്ടുള്ള എമൗണ്ടുകൾ കൊടുക്കാൻ കഴിയുക. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു സൊസൈറ്റി അസസ്മെൻറ്റ് നടത്തുകയും അതിനനുസരിച്ച് മാത്രമേ ലോൺ കൊടുക്കുകയും ചെയ്തുള്ളൂ. അപ്പോൾ അത് എഴുതി സൂക്ഷിക്കുന്ന ഒരു ലെഡ്ജറാണ്, അല്ലെങ്കിൽ ഒരു രജിസ്റ്ററാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കൊരു ഫസ്റ്റ് മൊഡ്യൂളാണ് ഈ പറഞ്ഞു തീർത്തത്. ഫസ്റ്റ് മൊഡ്യൂൾ ചെറിയൊരു മൊഡ്യൂളാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിൽ നിന്നും അവിടെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 1 മാർക്ക് 2 മാർക്ക് മേഖലയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ 4 മാർക്ക് വരെ പോയേക്കാം. എങ്കിലും 4 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും മേഖലയിൽ ഒരുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം വൃത്തിയായിട്ട് പഠിക്കുക.